أعوذ بالله من الشيطان الرجيم فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا وهزي إليك بجذع النخلة تساقط عليك رطبا جنيا فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن نكلم اليوم إنسيا. സൂറത്ത് മറിയം 24 മുതൽ 26 വരെയുള്ള ആയത്തുകളാണ്. അപ്പോൾ താഴെ നിന്നും അവളോട് വിളിച്ചു പറഞ്ഞു, നീ ദുഃഖിക്കാതിരിക്കുക, നിന്റെ റബ്ബ് നിനക്ക് താഴെ ഒരു നീർച്ചാൽ ഒഴുക്കിയിട്ടുണ്ട്. ആ ഈന്തപ്പന മരം ഒന്ന് കുലുക്കി നോക്കുക, അതിൽ നിന്ന് സ്വാദിഷ്ടമായ ഈത്തപ്പഴം വീഴ്ത്തിത്തരും. നീ ഭക്ഷിക്കുകയും കുടിക്കുകയും കൺകുളിർക്കുകയും ചെയ്യുക. മനുഷ്യരാരെങ്കിലും നിന്നെ കണ്ടാൽ നീ പറയുക, ഞാൻ പരമകാരുണികനായ അള്ളാഹുവിനു വേണ്ടി നോമ്പനുഷ്ഠിക്കുകയാണ്, അതിനാൽ ഇന്ന് ഞാൻ ആരോടും സംസാരിക്കുന്നതല്ല. പൂർണ്ണ ഗർഭിണിയായിരുന്ന മറിയം ഒരു ഈത്തപ്പന മരച്ചുവട്ടിലിരുന്ന് ദുഃഖിക്കുകയാണ്. അവളെ സഹായിക്കാൻ അവിടെ ആരുമില്ല, ഭക്ഷണവും വെള്ളമൊന്നുമില്ല. തദവസരത്തിൽ ജിബ്രീൽ എന്ന മാലാഖ താഴ്വരയിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ദുഃഖിക്കേണ്ട, അള്ളാഹു നിന്റെ കൂടെ തന്നെയുണ്ട്. നിനക്ക് കുടിക്കാൻ വേണ്ടി നിന്റെ റബ്ബ് ഇതാ ഒരു കുടിവെള്ളം ഒഴുകുന്ന നീർച്ചാൽ നിന്റെ തൊട്ടടുത്തായി ഒഴുക്കിയിട്ടുണ്ട്. നിനക്ക് ഭക്ഷിക്കാൻ വേണ്ടി നീ ഇരിക്കുന്ന ആ മരത്തിൽ പിടിച്ചൊന്ന് കുലുക്കുക, അത് നല്ല പാകമായ ഈത്തപ്പഴങ്ങൾ തുരുതുര വർഷിച്ചു തരും. അങ്ങനെ സുഗമമായ പ്രസവം നടത്തി നിന്റെ ഓമനപുത്രനെ കണ്ടുകൊണ്ട് നീ കൺകുളിർക്കുക. വല്ല വഴിപോക്കരും ആ വഴിക്ക് വരികയും നിന്നോട് സംസാരിക്കുകയും ചെയ്താൽ അവരോട് പറഞ്ഞേക്കുക, ഞാൻ ഇന്ന് മൗനവ്രതം അനുഷ്ഠിക്കുകയാണ്, അതിനാൽ ഈ ദിവസം ആരോടും ഞാൻ സംസാരിക്കുന്നതല്ല. ഈ ആയത്തുകളിലൂടെ ചില പാഠങ്ങൾ മനുഷ്യർക്ക് അല്ലാഹു തആല പകർന്നു നൽകുന്നുണ്ട്. ഏതൊരു മനുഷ്യൻ്റെയും ദുഃഖവും വ്യസനവും വിഷമതകളും നീക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. മറ്റാർക്കും നിന്റെ ദുഃഖവും വിഷമവും തീർക്കാൻ കഴിയില്ല. മറ്റൊന്ന്, മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം അല്ലാഹു ഈ ഭൂമിയിൽ തന്നെ സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുണ്ട്. അത് ലഭിക്കാൻ വേണ്ടി അധ്വാനിക്കണം, അതുള്ള സ്ഥലം ലക്ഷ്യമാക്കി നടന്ന് നീങ്ങുകയും വേണം. അപ്പോൾ ഇവിടെ മറിയമിന് ഭക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ഒരു ഈത്തപ്പന നിറയെ ഈത്തപ്പഴക്കുലകൾ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് പിടിച്ച് കുലുക്കുകയേ വേണ്ടൂ. യഥേഷ്ടം ഭക്ഷിക്കാനായിട്ട് ആ ഈത്തപ്പഴങ്ങൾ അത് ആ മരം തുരുതുര വർഷിച്ചു തരും. ആ രൂപത്തിൽ അത് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും തന്നാൽ കഴിയുന്ന അധ്വാനത്തിൽ ഏർപ്പെട്ടെങ്കിലേ അവനവന് ഭക്ഷിക്കാനുള്ള വിഭവങ്ങൾ സമാഹരിക്കാൻ കഴിയുകയുള്ളൂ. വെറുതെ അലസമായി ഇരുന്നാൽ ആർക്കും ഭക്ഷ്യവിഭവങ്ങൾ ലഭിക്കുകയില്ല. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കൂട്ടം വിശ്വാസികൾ അലസമായിരിക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ പണിക്കൊന്നും പോകാതെ ഈ പള്ളിയിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉമർ പറഞ്ഞു, നിങ്ങൾ അധ്വാനിക്കാതെ തിന്നാൻ വേണ്ടി മാത്രം കൂടിയിരിക്കുന്നവരാണ്. എന്നിട്ട് അദ്ദേഹം അവരോടായിട്ട് പറയുകയാണ്, ഇന്നസ്സമ അലാ തുംതിർ ദഹബൻ വലാ ഫിദ്ദ, തീർച്ചയായും ആകാശം സ്വർണമോ വെള്ളിയോ ഒരിക്കലും വർഷിക്കുകയില്ല. അപ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ
അധ്വാനിക്കണം. അധ്വാനിച്ചാൽ തീർച്ചയായും അവന് ഭക്ഷിക്കാനുള്ള വിഭവങ്ങൾ യഥേഷ്ടം കരസ്ഥമാക്കാൻ സാധിക്കും. വാഹൃദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.